ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വർഷത്തിലാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി ജീവിക്കുന്നു. ആർസിമിനെ പരിചയപ്പെട്ടിട്ട് 17 വർഷം. രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ എന്നൊരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല രോഗങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുക. പ്രതിരോധ ശേഷി കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് പോസിറ്റീവായിട്ടുള്ള ഫുഡ് കൊടുക്കണം, നമ്മുടെ ബ്രെയിന് പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം. അപ്പൊ ബ്രെയിന് പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നല്ല വാക്കുകൾ കേൾക്കുക, നല്ല വ്യക്തിപരമായിട്ടുള്ള സഹവാസം ഉണ്ടാക്കുക, എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ കഴിയാൻ ശ്രമിക്കുക. അപ്പൊ അസുഖങ്ങൾ തനിയെ കുറയും. ശരീരത്തിന് വേണ്ടത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫുഡ്. ഭക്ഷണം 3 തരത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജം നൽകുന്ന ഭക്ഷണം, മലിനീകരിക്കുന്ന ഭക്ഷണം. ഇതിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം. ശുദ്ധീകരിക്കുന്ന ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും കരിക്കും തവിടെണ്ണയൊക്കെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതാണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ മേഖലയിലാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. കൃത്യമായി പറഞ്ഞാൽ 2006 ജനുവരി മുതൽ കാര്യമായിട്ട് ഒരു മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ കഴിയുന്നത്. ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കും. എന്റെ പല സുഹൃത്തുക്കളും ഷുഗർ പേഷ്യൻസ് ആണ്. അവർ പഴങ്ങൾ കഴിക്കേണ്ട, അവർ വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോട്ടെ. ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്തത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് അസുഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 നേരത്തെ ഭക്ഷണം, അടുപ്പ് കാണാത്ത ഭക്ഷണം കഴിക്കുക, വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഇനി വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ് നമ്മളെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ അതിനെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എങ്ങനെ? 3 നേരവും അടുപ്പ് കാണാത്ത ഭക്ഷണം മാത്രം കഴിച്ച് ഏത് രോഗങ്ങളെയും മാറ്റാം. ഏത് രോഗങ്ങളെയും മാറ്റാം, പക്ഷെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മരുന്നുകളുടെ അളവ്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഒടുവിലത്തതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോ രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായമാണെങ്കിൽ നമുക്കിവിടെ ഒട്ടും മായമില്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും. അത് എന്തുകൊണ്ടെന്ന് പറയുന്ന കാരണം ഞാൻ പറഞ്ഞു, ഡയറക്ട് മാർക്കറ്റിംഗ്, ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. എങ്ങനെയാണ് ഇത്രയും പ്യുവറായിട്ട് നമുക്ക് കിട്ടുന്നത്? അതിന്റെ ഈ ബിസിനസിന്റെ ആ സിസ്റ്റം ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഏത് ഉൽപ്പന്നം എടുത്താലും ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഭക്ഷണം നന്നാക്കുക. ഭക്ഷണം നന്നാക്കിയാൽ ആരോഗ്യം നന്നാവും. നമ്മൾ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുകയാണ്. 18 വർഷം കഴിഞ്ഞ് ഞാനൊരു മരുന്ന് കഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ മരുന്നില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഭക്ഷണം മാത്രം കറക്റ്റ് ചെയ്താൽ മതി. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത്. ആ സിസ്റ്റം നമ്മൾ 100% ഫോളോ ചെയ്യുക. അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യൻ, ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് നീങ്ങാൻ സാധിച്ചാൽ സർവ്വരോഗങ്ങളും മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇഷ്ടംപോലെ അസുഖങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു കാരണമാണ് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. 2ാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്: നിറം, മണം, രുചി. അല്ലാതെ ഗുണം നോക്കിയിട്ട് ഒരു മനുഷ്യനും ഭക്ഷണം കഴിക്കാറില്ല. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് നോക്കിയിട്ടല്ല ഐസ്ക്രീം ഓരോരുത്തരും കഴിക്കുന്നത്, അല്ലെ? പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ശരീരത്തിന് എന്ത് ഗുണം ചെയ്തു നമുക്കറിയില്ല, അല്ലെ? അത് ഗുണമല്ല, ദോഷമേ ചെയ്യുള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാറില്ല. വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് അറിയാത്ത ഒരു മനുഷ്യനും ഇല്ല, പക്ഷെ ആരും ചെയ്യാറില്ല. എന്നല്ല, ഭൂരിപക്ഷം പേരും ചെയ്യാറില്ല. ഇനി അഥവാ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യും, പിന്നെ മടി പിടിച്ചിരിക്കും. അപ്പോ ശരീരത്തിന് വേണ്ട ഇൻപുട്ട് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആവും. എന്താണ് ഔട്ട്പുട്ട്? എനർജി. നമുക്ക് വേണ്ടത് എനർജിയാണ്. ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള എനർജി കിട്ടണം. അതിന് ഇൻപുട്ട് കറക്റ്റ് ആക്കണം. ഇൻപുട്ട് കറക്റ്റ് ആക്കാൻ വേണ്ട 2ാമത്തെ ഘടകമാണ് പോഷകങ്ങൾ. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള പോഷകങ്ങളെ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് RDA എന്ന് പറയുന്ന റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഇത്ര കാൽഷ്യം വേണം, ഇത്ര മഗ്നീഷ്യം വേണം, ഇത്ര ഫോസ്ഫറസ് വേണം, ഇത്ര സിങ്ക് വേണം, ഇത്ര മോളിബിഡനം വേണം എന്നൊരു കൃത്യമായ ഒരു കണക്കുണ്ട്. അതിന് പറയുന്ന പേരാണ് RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. അതനുസരിച്ച് ഒരു ദിവസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 21 മില്ലിഗ്രാം അയൺ ഭക്ഷണത്തിലൂടെ കിട്ടണം. 21 മില്ലിഗ്രാം അയൺ ഭക്ഷണത്തിലൂടെ കിട്ടണമെങ്കിൽ ഒരു സ്ത്രീ ഒരു ദിവസം 1 കിലോ ചീര കഴിക്കണം.
ഒരു ദിവസം 1 കിലോ ചീര പോയിട്ട് ഒരു കൊല്ലത്തിൽ പോലും 1 കിലോ ചീര കഴിക്കാത്ത സ്ത്രീകളും ഈ ക്ലാസ്സിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം ഇലക്കറികള് പലപ്പോഴും അത് കഴിക്കില്ല, ഇഷ്ടമില്ലാണ്ടല്ല, അത് വെക്കില്ല, വെച്ചാലല്ലേ കഴിക്കുള്ളൂ. പിന്നെ പലപ്പോഴും പല അമ്മമാരും പറയുന്നത്, പല സ്ത്രീകളും പറയുന്നത്, വീട്ടമ്മമാരും പറയുന്നത്, ഞാൻ ഇലക്കറി വെക്കും പക്ഷെ പിള്ളേര് കഴിക്കില്ല, ഭർത്താവിനും വലിയ താല്പര്യം, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി വെക്കണം? അപ്പൊ ഇലക്കറികൾ കഴിച്ചാൽ കിട്ടുന്ന ഗുണം അതിൽ ഏറ്റവും കൂടുതൽ അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ കുറയും. ഹീമോഗ്ലോബിൻ കുറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്സിജനിലെ ഹീമോഗ്ലോബിനെ കൊണ്ടുപോകാനുള്ള ക്യാരിങ് കപ്പാസിറ്റി കുറയും. നല്ല കൊളസ്ട്രോൾ കുറയും, പ്രതിരോധ ശേഷി കുറയും, രോഗങ്ങൾ കൂടും. അപ്പൊ റെഗുലർ ആയിട്ട് അയൺ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഒരു ശരീരത്തിന്റെ എനർജി നിർണ്ണയിക്കുന്ന ശരീരത്തിലെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവാണ്. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 21 മില്ലിഗ്രാം അയൺ വേണം. അത്രയും അയൺ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആർസിമിൽ കിട്ടുന്ന ഒരു ന്യൂട്രിചാർട്ട് വുമൺ ഉണ്ട്, ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. ആർക്ക് കഴിക്കാം? ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഒരെണ്ണം ഈ ന്യൂട്രിചാർട്ട് വുമൺ കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ഗുണം അവരുടെ ജീവിതത്തിൽ നിന്ന് വയ്യ എന്നുള്ളൊരു വാക്കില്ലാണ്ടാവും. കാരണം ക്ഷീണം വരുമ്പോഴാണ് നമ്മൾ വയ്യ എന്ന് പറയുന്നത്. ക്ഷീണം വരില്ല, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഭൂരിപക്ഷം സ്ത്രീകളും കണ്ടുവരുന്നത്, ഒന്നാമത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. രാവിലെ 5 മണിക്ക് എണീറ്റ് രാത്രി 11:30 വരെ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെ വീട്ടിലെ സർവ്വകാര്യങ്ങളും ചെയ്ത് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ വോൾട്ടേജും, അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ വൈകുന്നേരം 7 മണിക്ക് ചില ട്യൂബിലേറ്റ് ഇട്ടാൽ കത്തും കെടും പിന്നെ കത്താണ്ടിരിക്കും. ഇതേ അവസ്ഥയാണ് നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളും. അവരൊരു ദിവസം ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് വയ്യ എന്നുള്ളതാണ്. ഈ വയ്യ എന്നുള്ളൊരു വാക്ക് വരാനുള്ള കാരണം എന്താ? വയ്യാത്തതുകൊണ്ട് തന്നെ. ഈ ഹിമോഗ്ലോബിന്റെ ലെവൽ ഇന്ത്യയിലെ ഏകദേശം 69-70% സ്ത്രീകൾ ഈ ഹിമോഗ്ലോബിൻ 10-ൽ താഴെയാണ്. എത്രയാണ് വേണ്ടത്? 12 മുതൽ 14 വരെ സ്ത്രീകൾക്കും 14 മുതൽ 16 വരെ പുരുഷന്മാർക്കും വേണ്ട സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ ഈ ന്യൂട്രിചാർട്ട് വുമൺ സഹായിക്കും. ആർക്ക് കഴിക്കാം? സ്ത്രീകൾക്ക് കഴിക്കാം, പെൺകുട്ടികൾക്ക് കഴിക്കാം. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ദ ലേഡി വിൽ ബി, ദ ഗേൾ വിൽ ബി, ദ വുമൺ വിൽ ബി വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. വയ്യ എന്നുള്ളൊരു വാക്കുണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഇത്രയും അയൺ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കുക. ഓരോ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഓരോ സ്ത്രീയുടെ ശരീരത്തിലും 28 ± 2 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ആർത്തവം വരണം. ഓരോ ആർത്തവ ചക്രത്തിലും 80 മുതൽ 150 മില്ലി ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. അത്രയും ബ്ലഡ് ഉത്പാദിപ്പിക്കാനുള്ള അയൺ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി നീട്ടിവെക്കും, ഈ ആർത്തവം നീട്ടിവെക്കും. 28 ദിവസത്തിൽ വരേണ്ട ആർത്തവം 30-ൽ വരും, 35-ൽ വരും, 40-ൽ വരും, 50-ൽ വരും, പിന്നെ ഓണത്തിന് സംക്രാന്തിക്ക് വരും. നമ്മുടെ നാട്ടിൽ ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള ഒരു കാരണം, സ്ത്രീകൾക്ക് വരാനുള്ള കാരണം ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ ലെവൽ കുറയുന്നതാണ്. അപ്പോ ഇതിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ്, ആർത്തവ ചക്രത്തെ കൃത്യമായിട്ട് 28 ± 2 ദിവസത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാമത്തെ ബെനിഫിറ്റ്, പല സ്ത്രീകൾക്കും അത് പീരീഡ് വരുന്നത് 3, 4, 5, 6 മാസം കൂടുമ്പോഴാണ്. വന്നാലും 6 മാസത്തെ ആർത്തവം ഒറ്റയടിക്കുണ്ടാവും. 10, 15 ദിവസം കണ്ടിന്യൂസ് തന്നെ ഹെവി ബ്ലീഡിങ്. ആ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് ന്യൂട്രിചാർട്ട് വുമൺ. റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി അതിനെ കറക്റ്റ് ആയിട്ട് സ്വീകരിക്കും. ഓക്കെ, ഇനി എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ലാസ്റ്റ് മൂമെന്റിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സഹായം വേണ്ടി വന്നേക്കാം. നാട്ടുമ്പുറത്ത് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു കൊല തെച്ചിപ്പൂവ്, അതിന്റെ പൂവ് മാത്രം എടുത്തെടുത്ത് തോരൻ വെച്ച് കഴിക്കുക. ഉപ്പും മുളകൊന്നും ചേർക്കണ്ട, വെറുതെ വേവിച്ച് കഴിക്കുക. അയൺ കണ്ടന്റ് വളരെ പെട്ടെന്ന് കൂടും. അനാർദാന ഗോലി, നമ്മുടെ ഒരു മാതള നാരങ്ങയുടെ സത്വം നേരത്തെ ഗുളിക രൂപത്തിൽ ഒരു മിഠായി ഉണ്ട്. മാതള നാരങ്ങയുടെ പ്രത്യേകത, പഴങ്ങളുടെ രാജ്ഞിയാണ് മാതള നാരങ്ങ. അതിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ്, ഏറ്റവും കൂടുതൽ കാൽഷ്യം, ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം, ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ്, എല്ലാത്തിനും നല്ലത്. പ്രത്യേകിച്ച് അയൺ കണ്ടന്റ് കൂടാൻ നല്ലത്. അത് റെഗുലർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒരു ആശ്വാസം കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടില് സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് കീഴാർനെല്ലി. 2 കീഴാർനെല്ലി വേരോടെ വലിച്ചെടുത്ത് നന്നായിട്ട് അതിന്റെ വേര് കളയരുത്, നന്നായിട്ട് കഴുകി അരച്ച് 1 സ്പൂൺ നമ്മുടെ ആർസിമിന്റെ ഹെൽത്ത് കാർഡ് പോലും ചേർത്ത് ഒരു 7 മുതൽ 14 ദിവസം വരെ വെറും വയറ്റിൽ കഴിക്കുക. അതും എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോ ന്യൂട്രിചാർട്ട് വുമൺ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അവര് വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, അവരുടെ ആർത്തവ ചക്രം കൃത്യമായിട്ട് വരും. ഓക്കെ, ഇനി ഇത് റെഗുലർലി കഴിച്ചാൽ ഇതിൽ ധാരാളം കാൽഷ്യം ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉണ്ട്. ഒരു മധ്യവയസ്സ് പിന്നിട്ട് ഒരു സ്ത്രീ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറയും, നിങ്ങൾ എല്ലാ ദിവസവും പാല് കുടിക്കാൻ പറയും, അല്ലെ, നല്ല പശുവിൻ പാല് കുടിക്കാൻ പറയും. എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും പാല് കുടിക്കുന്നവര്? ഇല്ല, അത് സാധിക്കാറില്ലേ. ഇനി കിട്ടുന്ന പാല് നല്ലൊരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് പാല്, പശുവില്ലാതെ ഉണ്ടാക്കുന്ന പാലാണ്. പക്ഷെ ഇവിടെ ഒരു ഗ്ലാസ് നല്ല നാടൻ പശുവിന്റെ പാല്, പുല്ലും വൈക്കോലും നിന്ന് കഴിയുന്ന നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് എത്ര കാൽഷ്യം കിട്ടുമോ അത്രയും കാൽഷ്യം ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് കഴിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ മാറ്റാൻ നല്ലതാണ്.
അതുപോലെ തന്നെ നാട്ടിലെ ധാരാളം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് വെച്ചാൽ മാസമുറ വരുന്നതിന് മുമ്പുണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, മൈഗ്രെയിൻ, ഛർദി, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. ധാരാളം പെൺകുട്ടികളുടെ സ്കൂളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ കോളേജിൽ വെച്ച് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഛർദി, മൈഗ്രെയിനൊക്കെ വന്നിട്ട് ടീച്ചർമാർ കുട്ടികളെ വണ്ടിയും വിളിച്ച് വീട്ടിലെത്തിക്കേണ്ട ഗതികേട് വരാറുണ്ട്. അങ്ങനെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇത് വളരെ ഗുണം ചെയ്യും. 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ സഹായിക്കും. കാരണം ഇതില് സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു വയലറ്റ് കളറിൽ ഒരു പൂവുണ്ട്. ആ പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ വിൽ ബി വെരി ഹെൽത്തി. ഷീ വിൽ ബി വെരി 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 ഹെൽത്തി. ഇനി നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾക്കുള്ള മറ്റൊരു പ്രശ്നമാണ് എന്ത്? യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കള്, ഫൈബ്രോയിഡ് പ്രശ്നങ്ങളൊക്കെ. അപ്പൊ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കളും മുഴകളും വരാനുള്ള ഒരു കാരണമുണ്ട്. 1, ഉപ്പ് നന്നായിട്ട് കഴിക്കുക. 2, വെള്ളം വളരെ കുറവ് കുടിക്കുക. 3, വെള്ളം കുടിച്ചാലും മൂത്രം ഒഴിക്കാതിരിക്കുക. മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥ. അങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക. ഹിപ്പ് ബാത്ത് എടുക്കുക. ഒപ്പം നമുക്ക് ഇത് കഴിക്കാം. റെഗുലർലി ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പൊ ഫൈബ്രോയിഡിന്റെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്, 4 മണിപ്പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. റെഗുലർലി കഴിക്കാം. 2-3 മാസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ തന്നെ ധാരാളം ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പൊ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകൾ. പിന്നെ മറ്റൊരു പ്രശ്നമാണ് PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. അതായത് പീരീഡ് ഇറഗുലർ ആയിട്ട് വരിക. ശരീരത്തിന്റെ മടക്കുകളിൽ, കഴുത്തിലും കക്ഷത്തിലും അതുപോലെ കൈയിന്റെ മടക്കുകളിലും ഒക്കെ ഡാർക്ക് കളർ വരിക. മുഖത്ത് അമിതമായിട്ട് രോമം വളരുക. ശരീരത്തിലെ ഹോർമോണിന്റെ തകരാറ് മൂലമുണ്ടാകുന്ന പ്രശ്നത്തെ PCOD എന്ന് പറയും. ഇത്തരം സ്ത്രീകൾ വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ആർത്തവം കൃത്യമല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അവർക്കും ഇത് വളരെ വളരെ ഫലപ്രദമാണ്. ഇതിലുള്ള ഈവനിങ് പ്രിംറോസും അതുപോലെ ഫൈബ്രോയിഡിനെ മാറ്റാൻ സഹായിക്കുന്ന സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഒക്കെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് തരും. 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത് ന്യൂട്രിചാർട്ട് കുമ്മലിൽ അടങ്ങിയിട്ടുണ്ട്. റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിൽ ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു പഴം, ബ്ലൂബെറിയുടെ പ്രത്യേകത കൊടവയറ് കുറയ്ക്കാനും ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെ ഒരു പരിധിവരെ മാറ്റാനും സഹായിക്കുന്നതാണ്. ഒപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. കാരണം ഇതിൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. സ്ട്രോബെറി എന്നൊരു പഴത്തിന്റെ പ്രത്യേകത, റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്ട്രോബെറിയുടെ സത്തുള്ളത് കൊണ്ട് പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും രോഗപ്രതിരോധ ശേഷി നൽകാനും ശരീരത്തിന്റെ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഇതെല്ലാം തരാൻ പര്യാപ്തമാണ്. അപ്പോ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇതിലുണ്ട്. ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചെറി ഉണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, അവോക്കാഡോ ഉണ്ട്, കിവി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, നോനി ഉണ്ട്. നോനി പഴത്തിന്റെ പ്രത്യേകത സർവ്വരോഗ സംഹാരിയാണ്. അത്രമാത്രം ബെനിഫിറ്റുള്ള ന്യൂട്രിചാർട്ട് വുമൺ ആർക്കൊക്കെ കഴിക്കാം. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവരുടെ 60% അതുകൊണ്ട് മാറും. കാരണം 70% രോഗങ്ങളും മാറുന്നത് എന്തുകൊണ്ട് വരാനുള്ള കാരണം എന്താ? പോഷകാഹാരങ്ങളുടെ കുറവ്. നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് കൊടുക്കുന്ന ഇന്ധനമാണ് നമ്മുടെ വാഹനത്തിന്, ശരീരമാകുന്ന വാഹനത്തിന് മൈലേജ് കൂട്ടുന്നത്. ശരിയായ ഇന്ധനം ശരിയായ സമയത്ത് കൊടുത്താൽ വണ്ടി നന്നായിട്ട് ഓടും. 120 വർഷം വരെ നമ്മളെ കൊണ്ടുപോകേണ്ട ഈ ശരീരത്തിന് ഇന്ധനം നിങ്ങൾ നന്നായി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം പുരുഷന്മാരുണ്ട്, കുട്ടികളില്ല, അവർക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയർഡാണ്, വീക്ക്നെസ് ആണ്. അവരും ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് വയ്യ വയ്യ വയ്യ. അതിനെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ന്യൂട്രിചാർജ് മെൻ. ന്യൂട്രിചാർജ് മെന്നിന്റെ പ്രത്യേകത ഒരു 13-14 വയസ്സിന് ശേഷമുള്ള ഏത് ആണുങ്ങൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി കഴിക്കാം. ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് അത്യാവശ്യം വേണ്ട സർവ്വ പോഷകങ്ങളും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 33 പോഷകങ്ങളുണ്ട്. ഇത് കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ് ആൻഡ് വെരി എനർജറ്റിക് ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ്. ഇന്ന് ഇതെന്റെ 4ാമത്തെ പ്രോഗ്രാമാണ്. 3 പ്രോഗ്രാമിലും ഒരെണ്ണം സൂമാണ്, 3 ഫിസിക്കൽ പ്രോഗ്രാം, 5ാമത്തെ പ്രോഗ്രാമാണ്. ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ടയേർഡ്. റീസൺ ഓൺ സിമ്പിൾ, ഞാൻ ഇതെല്ലാം കഴിക്കാറുണ്ട്. ഈ പറഞ്ഞതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. സോ ന്യൂട്രിചാർട്ട് മെന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. ഇനി പ്രോസ്റ്റേറ്റ് സംബന്ധമായ ധാരാളം ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 40-45 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ നല്ലൊരു ശതമാനത്തിനുള്ളതാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. അതിന്റെ ലക്ഷണം എന്താണ്? രാത്രി സമയത്ത് 4-5 തവണ മൂത്രമൊഴിക്കാൻ എണീക്കും. എത്ര മൂത്രമൊഴിച്ചാലും മൂത്രം മുഴുവൻ പോവില്ല, കുറച്ച് ബാക്കി ഉണ്ടാവും. ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും. ചില സന്ദർഭങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ സെല്ലുകളുടെ ഫോർമേഷൻ വരും. അതിനെ കറക്റ്റ് ചെയ്യാൻ, ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ന്യൂട്രിചാർട്ട് മെന്നിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് എന്ന് പറയുന്ന മൂലകം. 15 മില്ലിഗ്രാം സിങ്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
ഇത് റെഗുലർലി യൂസ് ചെയ്യുകയും ഡെയിലി 2 നേരം ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളം നിറച്ച് അതിൽ അരക്കെട്ട് മുങ്ങത്തക്ക രീതിയിൽ ഇരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഒരു ദിവസം കൊണ്ടല്ല, ഒരു മാസം കൊണ്ടല്ല, സ്ലോലി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. സോ ന്യൂട്രിചാർജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഇഷ്യൂസിന് ഏറ്റവും നല്ല പരിഹാരം. ഇനി നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇഷ്ടം പോലെയാണ്. 2 കാരണങ്ങളാണുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ പറയുന്ന സിങ്ക് എന്ന് പറയുന്ന മൂലകം സഹായിക്കും. അപ്പോൾ ഇത് റെഗുലർലി കഴിച്ച് ധാരാളം കേസുകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 10 പേര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷത്തിനുള്ളിൽ 6 പേർക്ക് കുട്ടികളുണ്ടാവും. ബാക്കി 4 പേര് ട്രീറ്റ്മെന്റ് പോകും. 8-10 ലക്ഷം രൂപ ചെലവാക്കിയാൽ അതിൽ 10-ൽ 2 പേരെ കാര്യം ഓക്കെ. എന്നാലും 10-ൽ 2 പേർ, അതായത് 20% കപ്പിൾസ് കുട്ടികളില്ലാത്ത ദമ്പതികളായിട്ട് കഴിയുന്നതിന്റെ ഒരു കാരണത്തെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. മറ്റൊരു കാരണത്തെ പരിഹരിക്കാൻ ന്യൂട്രിചാർജ് വുമൺ നല്ലതാണ്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. നമ്മുടെ ജീവിതത്തെ കംഫർട്ടബിൾ ആക്കാൻ, നമുക്ക് വളരെ പരിചയമുള്ള ആളുകളുടെ ജീവിതത്തെ കംഫർട്ടബിൾ ആക്കാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാം കൊണ്ടും ബെറ്റർ ആവട്ടെ, ജീവിതം കുറച്ചുകൂടി കംഫർട്ടബിൾ ആവട്ടെ, ഹാപ്പി ആവട്ടെ, സുഖസുന്ദരമായിട്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് ജീവിക്കാനും ഒരു വഴി കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആസിയ.